Welcome to the channel Education Vlog. Okay, കുറച്ച് മുമ്പേ നമ്മൾ എന്തൊക്കെയാണ് ബേസിക് കോൺസെപ്റ്റ് ഒക്കെ പറഞ്ഞു. സണ്ണിനെ കുറിച്ച് പറഞ്ഞു, സൺ എന്താണെന്ന് പറഞ്ഞു, സൺ എങ്ങനെയാണ് നമുക്ക് ഹീറ്റ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞു, എന്താ ഇൻസുലേഷൻ എന്തുവാന്ന് പറഞ്ഞു, പിന്നെ ഷോർട്ട് വേവ്സ് ആയിട്ട് ആ പോകുന്നതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ അതുപോലെ പ്രോസസ്സ് പറഞ്ഞായിരുന്നു. അറ്റ്മോസ്ഫിയറിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ കൊണ്ട് 4 സ്റ്റെപ്പ് ഉണ്ട്, 4 പ്രോസസ്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ വിചാരിക്കും. നെക്സ്റ്റ് ആയിട്ട് നമ്മളോട് പറയാൻ പോകുന്ന ടോപ്പിക് ഹീറ്റ് ബഡ്ജറ്റ് എന്നൊരു ടോപ്പിക് എഴുതിയിട്ടുണ്ട് ഞാൻ. ഹീറ്റ് ബഡ്ജറ്റ്, ഹീറ്റ് ഫെമിലിയർ ആയിട്ടുള്ള ടൈമാണല്ലോ. ഇപ്പം മനസ്സിലായി, ചൂട് ഇനി പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ചൂട് അനുഭവപ്പെടുന്നതാണ്. ചിലപ്പോൾ പറഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു എന്ന് പറയും, ചിലപ്പോൾ പറഞ്ഞാൽ എന്തോരം ചൂട്, എന്തോരം ഭയങ്കര ഉഷ്ണമാണെന്നൊക്കെ പറയും. അപ്പം ഹീറ്റ് എന്നുള്ള ടേം നമുക്ക് ഫെമിലിയറാണ്. ബഡ്ജറ്റ് എന്നുള്ള ടേം നിങ്ങൾക്ക് ഫെമിലിയറാണ്. നമുക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഡീപ്പായിട്ടുള്ള നോളജ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ടി വിയിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു ഇയർ ഉണ്ട്, ഒരു വർഷം അവസാനിച്ച് നെക്സ്റ്റ് പുതിയ വർഷം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റ് ഓപ്പൺ ചെയ്യുന്നു, ബഡ്ജറ്റിൻ്റെ ടൈമായി, ബഡ്ജറ്റ് അതിനകത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു. ബഡ്ജറ്റ് എന്ന് പറഞ്ഞ ടേം കൊണ്ട് പ്രധാനമായിട്ട് മീൻ ചെയ്ത് നെക്സ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ ഈ വരും വർഷങ്ങളിൽ നമ്മുടെ ഓരോ സാധനങ്ങളുടെ വില പട്ടിക കൂടുതലായിട്ട് സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് ബഡ്ജറ്റ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ബഡ്ജറ്റൊക്കെ ടി വിയിൽ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ പാരൻസ് ഒക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എല്ലാത്തിൻ്റെ വില കൂടി, ബഡ്ജറ്റിനകത്ത് എല്ലാത്തിൻ്റെ വില കൂടി, ഇലക്ട്രിക്കൽ ഐറ്റംസിൻ്റെ വില കൂടി, പിന്നെ ചപ്പൽ വില കൂടി, ഡ്രസ് മെറ്റീരിയൽസിൻ്റെ വില കൂടി, ഫർണിച്ചറുകളുടെ വില കൂടി ഒക്കെ വില കൂടി വ്യത്യാസം വരും. ചില ഐറ്റത്തിന് അതേപോലെ വില കുറഞ്ഞു, മൊബൈലുകളുടെ ചില മൊബൈൽ കമ്പനി വരെ അവരുടെ വില കുറച്ചു, അങ്ങനെയൊക്കെ ചില പ്രൈസിൻ്റെ വേരിയേഷൻസ്, വില വ്യത്യാസങ്ങളൊക്കെ വരും. ആ കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ബഡ്ജറ്റിൽ കൂടെ. അപ്പം ബഡ്ജറ്റ് എന്ന് പറയുന്ന ടേംസ് ഓഫ് ഫെമിലിയർ അല്ലേ, പക്ഷെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. വരവ് ചിലവ് കണക്കുകളുടെ ഒരു വ്യത്യാസം, അതിൻ്റെ ഒരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധം, അതിനെയാണ് നമ്മൾ ശരിക്കും ബഡ്ജറ്റ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. എത്ര എൻ്റെ വരവുണ്ടായി, എത്ര എൻ്റെ ചിലവുണ്ടായി, വരവിനനുസരിച്ച് ചിലവ് വേണമെന്നാണ് പറയുന്നത്. വരവ് കുറവും ചിലവ് വളരെ കൂടുതലുമാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ വലിയ സീറോയിലോട്ട് പോകും അല്ലേ. എപ്പോഴും ഒരു എന്താ നമ്മൾ പാപ്പരായി പോകാന്ന് പറയും, കേട്ടിട്ടുണ്ടോ? പാപ്പരാവോ എന്നുള്ള ടേം. അപ്പം അത് നമ്മളെ ഗവൺമെൻറ് പാപ്പരായിട്ട് പ്രഖ്യാപിച്ചു, ഇൻസോൾവൻസി പൊസിഷൻ എന്നൊക്കെ പറയും. അതേപോലെ ഒരു പൊസിഷനിലോട്ട് പോകും, ചിലവാണ് കൂടുതൽ, വരവ് കുറവുമാണ്. അപ്പോൾ എപ്പോഴും ഒരു നല്ല ബുദ്ധിയുള്ളൊരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഗുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നല്ലൊരു വ്യവസായ സ്ഥാപനം ചെയ്യുന്നത് എപ്പോഴും ഇൻകം എക്സ്പെൻസ് ഈക്വലൈസിങ് പൊസിഷനിൽ കൊണ്ടുപോകണം. രണ്ടും തുല്യമായിട്ട് കൊണ്ടുപോകണം. വരവിനനുസരിച്ച് മാത്രമേ ചിലവാക്കാൻ പാടുള്ളൂ. അത് ചിലവ് മുമ്പിട്ട് നിൽക്കുക, വരവ് താണു നിൽക്കുക, ഓട്ടോമാറ്റിക്കലി നമുക്ക് അങ്ങനെയുള്ള വ്യക്തി അത് പല ആൾക്കാരും മരണത്തിൻ്റെ വഴിയിലോട്ടോ പല ബിസിനസ് സ്ഥാപനങ്ങളും അടച്ചുപൂട്ട ഭീഷണിയിലോട്ടൊക്കെ പോകുന്നത് ഈ എക്സ്പെൻസ് എന്ന് പൂർത്തീകരിച്ച് ഈ ഇൻകം ഒന്ന് കുറയുന്ന സിറ്റുവേഷൻ വരുമ്പോഴും നമുക്കത് പാടില്ല. എപ്പോഴും നല്ല ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് എ ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. വരവും ചിലവും തമ്മിൽ തുല്യമായിട്ട് പോകുന്ന സിറ്റുവേഷൻ വേണം. അതിനെ നമ്മൾ ശരിക്കും ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അത് സാധാരണ ബഡ്ജറ്റ് അല്ല നമുക്കിവിടെ പറയുന്നത്. നമുക്കിവിടെ പറയാനുള്ളത് ഹീറ്റ് ബഡ്ജറ്റ് എന്തുമാണ്? ഹീറ്റ് ബഡ്ജറ്റ്. അപ്പം ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്ന ടേം ഞാൻ പറഞ്ഞു, റിലേഷൻ ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. വരവും ചിലവും തമ്മിലൊന്ന് ക്ലോസ് ആയിട്ട് ഒന്ന് സിമിലർ ആയിട്ട് കൊണ്ടുപോകാൻ നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയും. ഇപ്പം ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയൊക്കെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കുമല്ലോ. നമുക്ക് നോക്കാം എന്താ ഹീറ്റ് ബഡ്ജറ്റ് അവരുടെയൊക്കെ റിലേഷൻഷിപ്പ് ആണോ. It is the balance between, or it is a relationship between insolation and also terrestrial radiation. It is the relationship between insolation and terrestrial radiation. ഈ രണ്ട് വാക്കുകൾ നിങ്ങൾക്ക് സോ ഫെമിലിയർ. ഞാനിപ്പോൾ കുറച്ച് ബാക്കിൽ പറഞ്ഞതാണ് എന്താ ഇൻസുലേഷൻ എന്നും എന്താ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്നും പറഞ്ഞതാണ്. ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ എന്തോ ഷോർട്ട് വേവ്സ് ആയിട്ട്, ചെറുതരംഗങ്ങളായിട്ട് സൂര്യരശ്മികൾ നമ്മുടെ എർത്തിലോട്ട് ഭൂമിയിലോട്ട് പതിക്കുന്നതിനെയാണ് നമ്മുടെ ഇൻസുലേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടെറസ്ട്രിയൽ റേഡിയേഷൻ ഞാൻ പറഞ്ഞ പ്രോസസ് ഓഫ് ഹീറ്റ് പറഞ്ഞ 4 പ്രോസസ്സാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? അഡ്വെക്ഷൻ, കൺവെക്ഷൻ, അങ്ങനെ 4 സ്റ്റെപ്പുകൾ പറഞ്ഞാൽ 4ാമത്തെ സ്റ്റെപ്പായിരുന്നു ടെറസ്ട്രിയൽ റേഡിയേഷൻ. അതിനകത്ത് പറഞ്ഞു ലോങ് വേവ്സ് ആയിട്ട്, ദീർഘതരംഗങ്ങളായിട്ട് നമ്മുടെ എർത്തിലുള്ള ഹീറ്റ് ഔട്ടർ സ്പേസ്, സൂര്യാകാശത്തേക്ക് പറന്നു തന്നിട്ടുള്ള സിറ്റുവേഷൻ, അതിനെന്താണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറഞ്ഞത്. അപ്പം ചുരുക്കം പറഞ്ഞാൽ കുറേ ഷോർട്ട് വേവ്സും ലോങ് വേവ്സും ഇതിനെ രണ്ടിനും കൂടെ കമ്പാരിസൺ ആണെങ്കിൽ അതിനെ നമ്മൾ എന്താ
ഈ പറഞ്ഞ ഹീറ്റ് ബഡ്ജറ്റ്. Heat budget means there is a relationship between insulation and terrestrial radiation. Insulation and terrestrial radiation. Short waves ഉണ്ട്, long waves ഉണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ അങ്ങനെ വിളിക്കുന്ന പേരാണ് ഹീറ്റ് ബഡ്ജറ്റ്. അപ്പോൾ എന്താ ബഡ്ജറ്റ് എന്ന് കേട്ടു, എന്താ ഹീറ്റ് ബഡ്ജറ്റ് എന്നും പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കാനുള്ള ബോഡിയിലെ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ സോ ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് ടെമ്പറേച്ചർ. നമുക്ക് വയ്യാതൊക്കെ വരുമ്പോൾ വീട്ടിൽ നിങ്ങളുടെ അമ്മയും അച്ഛനൊക്കെ നോക്കുന്നത് നെറ്റിയിലെ തൊണ്ടയ്ക്ക് നോക്കുന്നത് നാം നല്ല ചൂടുണ്ട് കുഞ്ഞിന് എന്ന് പറയില്ലേ. അപ്പോൾ അതിനകത്ത് അർത്ഥം എന്തോ അമ്മയും ചെയ്യുന്നത്, എനിക്ക് പനിയുണ്ട്, നല്ല ടെമ്പറേച്ചർ കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്തോ പനിയുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും എനിക്ക് വല്ലാതെ ഭയങ്കര ചൂട്, ഭയങ്കര ഉഷ്ണം, ഭയങ്കര ടെമ്പറേച്ചർ എന്നൊക്കെ പറയും. ഈ വാക്കുകൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ എന്ന വേർഡുകൊണ്ട് അർത്ഥം ഭയങ്കര ചൂട്, വല്ലാത്തൊരു ഉഷ്ണം എന്നൊക്കെ ഉള്ളൊരു അങ്ങനെ ഒരു മീനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചറും അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചറും രണ്ടും ഒരുപോലെയല്ല. ബോഡി ടെമ്പറേച്ചറിൽ നമുക്ക് പനി ഉണ്ടാകുമ്പോൾ അറ്റ്മോസ്ഫിയറിലല്ലോ നമ്മൾ തൊട്ട് തോന്നും, നമ്മുടെ ശരീരഭാഗങ്ങളെ സ്പർശിച്ചല്ലേ നോക്കുന്നത്. പനിയുണ്ടോ, നല്ല ചൂടുണ്ട്, അല്ലെങ്കിൽ ചൂടൊന്നുമില്ല, പനിയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ടച്ച് ചെയ്തോ അറ്റ്മോസ്ഫിയറിലോട്ട്, പ്രകൃതിയിലോട്ട്, അന്തരീക്ഷത്തിലോട്ട് തൊട്ടുകൊണ്ട് അന്തരീക്ഷം നല്ല ചൂടുണ്ട്, ഇതിന് നല്ല ചൂടുണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ നല്ല ചൂടുണ്ട്, അങ്ങനെയല്ലല്ലോ പറയുന്നത്. അപ്പം എപ്പോഴും നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചറും അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചറും എൻറ്റയർലി ഡിഫറെൻറ്റ്. രണ്ടും നമ്മൾ കുറച്ച് വേരിയേഷൻ ഉണ്ട്. നമ്മുടെ ടെമ്പറേച്ചർ എങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ എങ്ങനെയാണ് നമ്മുടെ ടെമ്പറേച്ചർ പറയുന്നത്? മിനിമം ടെമ്പറേച്ചർ എത്ര? 37 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? 37 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെങ്കിൽ അത് മിനിമം ബോഡി ടെമ്പറേച്ചർ. ഈ ഫാരൻഹീറ്റിലാണെങ്കിലോ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലേ? 98.6, 98 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയാം. അതാ ഫാരൻഹീറ്റ്. ഇപ്പോൾ ഹോസ്പിറ്റൽസിൽ പനി നോക്കുമ്പോൾ 104 ഡിഗ്രി പനിയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി കൂടും. കാരണം മിനിമം എത്ര അയച്ചാൽ മതി? മാക്സിമം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എത്ര? 98 ഡിഗ്രി. അതിൽ മേളിലോട്ടാകുമ്പോഴത്തേന് നമുക്ക് പനി ഉണ്ടെന്ന് പറയാം. അപ്പോൾ അതാണ് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ. അപ്പം നമ്മുടെ ക്ലൈമറ്റ് അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചറിനകത്ത് വേരിയേഷൻ കുറച്ച് വേരിയില്ല. എല്ലാം നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലെ ടെമ്പറേച്ചർ ഒരുപോലെയൊന്നുമല്ല. നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മുടെ കൊല്ലം ജില്ല എടുക്കുകയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ പല സ്ഥലങ്ങളും നമ്മൾ പല പ്ലേസ് ആയിട്ട് പറയുകയാണെങ്കിൽ പോലെ പുനലൂർ ഭയങ്കര ചൂടുള്ള സ്ഥലമാണെന്ന് പറയും. ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നതാ. എപ്പോഴും പറയുന്നത് പുനലൂർ ടെമ്പറേച്ചർ കൂടിയ പ്ലേസ് ആണെന്ന് പറയും. കൊല്ലത്ത് ചെന്നാൽ അത്രയില്ല, അല്ലെങ്കിൽ കൊട്ടാരക്കര ചെന്നാൽ അത്രയും ടെമ്പറേച്ചർ ഇല്ല, അങ്ങനെ കുണ്ട്രപോസ്റ്റിൽ ചെന്നാൽ അത്രയും ടെമ്പറേച്ചർ. പക്ഷേ പുനലൂർ പറയുമ്പോൾ ഹോട്ടസ്റ്റ് ഏരിയ ആണെന്ന് പറയും, ടെമ്പറേച്ചർ വളരെ കൂടുതൽ ഏരിയ എന്ന് പറയും. അപ്പം വ്യത്യാസം ഉണ്ടല്ലോ. സ്ഥലങ്ങൾ മാറുന്നതനുസരിച്ച് എപ്പോഴും ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ടാവും. അതേപോലെ സമയം നോക്കാം. രാവിലെ എണീച്ച് അതിരാവിലെ മുറ്റത്തോട്ട് ഇറങ്ങുന്ന ഭയങ്കര ചൂടുണ്ടാവും. എന്നാൽ ഉച്ച സമയത്ത് ഇറങ്ങുമ്പോൾ ഭയങ്കര ചൂടാണ്. വൈകുന്നേര സമയത്ത് ചൂടിന് അത്രയും കാഠിന്യമില്ല, എങ്കിലും രാവിലെ ഏർലി മോർണിംഗിന് അത്രയും ടെമ്പറേച്ചർ അല്ല വൈകുന്നേര സമയത്ത്. ചുരുക്കം പറയാൻ നമ്മുടെ സമയം മാറുന്നതനുസരിച്ച്, നമ്മുടെ ക്ലൈമറ്റിക് കണ്ടീഷൻ മാറുന്നതനുസരിച്ച് ടെമ്പറേച്ചർ ഈസ് ഓൾസോ ടു ബി ചേഞ്ച്. നമ്മുടെ ഈ ചൂട് കാലാവസ്ഥയും മാറിക്കൊണ്ടേയിരിക്കും. അപ്പം രാവിലെ സമയത്ത് ഇപ്പം നമുക്ക് ഈ ജോലി ഇപ്പം ഈ ഒരു അടുത്ത സമയങ്ങളൊക്കെ ശരിക്കും ഹോട്ടസ്റ്റ് ടൈം ആയിരുന്നല്ലോ, ഹോട്ടസ്റ്റ് പീരീഡ് ആയിരുന്നു. അപ്പം നമ്മുടെ ആൾക്കാർ കൂടുതൽ സൂര്യതാപം ഏറ്റു എന്നൊക്കെ പറയും. സൂര്യതാപം ഏറ്റു എപ്പോഴും ഗവൺമെൻറ് തന്നെ കൊണ്ടുവന്നതിൻ്റെ ടൈം തന്നെ 11 മണി തൊട്ട് 3 മണിയുള്ള സമയത്ത് പുറത്തതേ യാത്ര വേണ്ട, ജോലിയൊക്കെ ഉള്ളത് നിർത്തി വെക്കും. അതിന് ശേഷമോ അതിന് മുൻപോ നിങ്ങൾ ജോലി ചെയ്തോളെന്നാണ് പറയുന്നത്. അപ്പം ഏറ്റവും ഹോട്ടസ്റ്റ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചിരുന്ന ടൈം എത്രയായിരിക്കും? 11 to 3 o'clock ആയിരിക്കും. ഈ സമയത്തിനിടയ്ക്കാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും വലിയ സൂര്യതാപമൊക്കെ വരുന്നത്. അപ്പം ഏറ്റവും വലിയ ടെമ്പറേച്ചർ ടൈം ഉച്ച സമയമായിരിക്കുമല്ലോ. രാവിലെ അത്രയും കുഴപ്പമില്ല, വൈകുന്നേരം അത്രയും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിവിടെ നോക്കാനുള്ളത് നമ്മുടെ ഈ ഹീറ്റ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു മിനിമം ടെമ്പറേച്ചർ മാക്സിമം ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ഉണ്ട്. എപ്പോഴും നമുക്ക് മിനിമം മാക്സിമം ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, സമയം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ടെമ്പറേച്ചർ ഈസ് ഓൾസോ ടു ബി ചേഞ്ച്. നമ്മുടെ ഈ ചൂട് കാലാവസ്ഥ മാറിക്കൊണ്ടേയിരിക്കും, സമയം മാറുന്നതിന് ചേഞ്ച് ആവും. അതിൽ മിനിമം ടെമ്പറേച്ചർ, ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ അളക്കാനെ കൊണ്ട് ഏറ്റവും ഉചിതമായ സമയം എന്ന് പറഞ്ഞാൽ ബിഫോർ ദ സൺറൈസ് ആണ്. സൂര്യ ഉദയത്തിന് തൊട്ട് മുൻപ്, അതിന് തൊട്ട് മുമ്പ് വെച്ച് സൂര്യ ഉദിക്കുന്ന സമയം നമുക്ക് അറിയാം ഏകദേശം. എപ്പോഴും എല്ലായിടത്തും ഒരുപോലെയല്ല, എങ്കിലും ഏകദേശം വെളുപ്പങ്കാല സമയം, ആ സമയത്താണ് മിനിമം ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ കൂടുതൽ നല്ലത്. ഇപ്പോൾ സൂര്യ ഉദയത്തിന് മുമ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 5:36 ഒക്കെ ആകുമ്പോഴല്ലേ സൂര്യൻ ശരിക്കും ഉദിച്ചു വരുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ്, അപ്പം മേ ബി ഒരു 5 to 6:30 ആ ഒരു പീരീഡിലായിരിക്കും മിനിമം ടെമ്പറേച്ചർ എപ്പോഴും മെഷർ ചെയ്യുന്നത്. അതേപോലെ മാക്സിമം ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ടൈമുണ്ട്. നമ്മളെപ്പോഴും പറയും 11 മണി തൊട്ട് 3 മണിയുള്ള സമയത്ത് ഏറ്റവും അധികം ടെമ്പറേച്ചർ ചൂട് വളരെ കൂടുതലുള്ള സിറ്റുവേഷൻ
എങ്കിലും അതിനകത്ത് 2 മണി സമയത്താണ് മാക്സിമം ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റിയ സമയം. അപ്പം മിനിമം ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ ബിഫോർ ദ സൺറൈസ്, സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുന്നേ. അതുപോലെ മാക്സിമം ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞാൽ 2 മണിയാണ്, 2 o'clock. ആ സമയത്താണ് മാക്സിമം ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഉപകരണം യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ഹീറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ എഴുതിയിട്ടുള്ളതിന്റെ പേര് മാക്സിമം മിനിമം തെർമോമീറ്റർ എന്നാണ്. മാക്സിമം മിനിമം തെർമോമീറ്റർ. നമുക്കായാലും പനിയൊക്കെ ഉണ്ടാകുമ്പോൾ ചൂട് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്തോ തെർമോമീറ്റർ ആണ്. അപ്പോൾ അന്തരീക്ഷത്തിന്റെയും പനിയൊക്കെ അളക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം അത് തന്നെയാണ്, തെർമോമീറ്റർ ആണ്. ഇതിന്റെ പേര് മാറിയുള്ള മാക്സിമം മിനിമം തെർമോമീറ്റർ. ആ ഒരു തെർമോമീറ്ററിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ഹീറ്റഡ് ഏരിയ, അതിന്റെ ഹോട്ട്നെസ് മെഷർ ചെയ്യും. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞു എന്താ ബഡ്ജറ്റ് എന്ന് ഞാൻ പറഞ്ഞു, ഹീറ്റ് ബഡ്ജറ്റ് എന്താണെന്ന് നമുക്ക് പറഞ്ഞു. പിന്നെ ടെമ്പറേച്ചർ പറഞ്ഞത്, ടെമ്പറേച്ചറിനകത്ത് തന്നെ മിനിമം ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ടൈം പീരീഡ് ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ മാക്സിമം ടെമ്പറേച്ചർ മെഷർ ചെയ്യാനും ഒരു സമയമുണ്ടെന്ന് പറഞ്ഞു. മിനിമം ടെമ്പറേച്ചർ ബിഫോർ ദ സൺറൈസ് ആണെങ്കിൽ മാക്സിമം ടെമ്പറേച്ചർ 2 മണി വെച്ചിട്ട് 2 o'clock, 2 മണി ആ സമയത്താണെന്ന് പറഞ്ഞു. പിന്നെ ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ക്ലൈമറ്റിക് കണ്ടീഷന്റെ ഹോട്ട്നെസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നു പറഞ്ഞു. എൻ്റെ പേര് മാക്സിമം മിനിമം തെർമോമീറ്റർ, അതാണ് പേര്. ഈ 2 ടേം കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒന്ന് ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണ്. ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ. The relation or difference between maximum and minimum temperature. Maximum temperature നമുക്ക് അറിയാം, എപ്പോഴാണ് മെഷർ ചെയ്യുന്ന ടൈം അറിയാം. അതേപോലെ മിനിമം ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞു, അതും മെഷർ ചെയ്യുന്ന ടൈം അറിയാം. ഇത് തമ്മിലുള്ള വേരിയേഷൻ, ഇത് തമ്മിലുള്ള ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ മീൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് മിനിമം ടെമ്പറേച്ചർ. രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്നത് ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഡെയിലി മീൻ ടെമ്പറേച്ചർ ഒരു ദിവസത്തെ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന അത് മെഷർ ചെയ്യുന്നതാണ്. ഡെയിലി മീൻ ടെമ്പറേച്ചർ മീൻസ് ഇറ്റ് ഈസ് ആവറേജ് ബിറ്റ്വീൻ മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് മിനിമം ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് ദ ആവറേജ് ഓഫ് മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് മിനിമം ടെമ്പറേച്ചർ. ആവറേജ് കാണാൻ അറിയത്തില്ലേ, എത്ര നമ്പർ ആണോ അത്രയും നമ്പർ ആഡ് ചെയ്തിട്ട് ആ നമ്പർ കൊണ്ട് ഡിവിഷൻ ചെയ്യും. ഇവിടെ ഇപ്പം മാക്സിമം മിനിമം 2 അല്ലേ ഉള്ളൂ, ഡിവൈഡ് ബൈ 2 ആണ്. ഏത് എത്ര ആവറേജ് മെഷർ ചെയ്യാൻ നിങ്ങൾ മാത്തമാറ്റിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു 5 സംഖ്യയുടെ ആവറേജ് മെഷർ ചെയ്യുന്ന ഈ 5 സംഖ്യയോടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 5. 3 സംഖ്യയാണെങ്കിൽ 3 സംഖ്യയോടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 3. 2 സംഖ്യ ഉണ്ടെങ്കിൽ ആ 2 സംഖ്യയോടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2. അപ്പോൾ നമ്മൾ മാക്സിമം ടെമ്പറേച്ചർ മിനിമം ടെമ്പറേച്ചർ 2 അല്ലേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ 2, അതിനെ 2 കൊണ്ട് ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഭാഗിച്ചാൽ നമുക്ക് ഡെയിലി മീൻ ടെമ്പറേച്ചർ കിട്ടും. അപ്പം നമ്മൾ ഹീറ്റ് ബഡ്ജറ്റ് പറഞ്ഞു, ഹീറ്റ് ബഡ്ജറ്റ് പറഞ്ഞു, ടെമ്പറേച്ചർ പറഞ്ഞു, മിനിമം മാക്സിമം ടെമ്പറേച്ചർ പറഞ്ഞു, അത് മെഷർ ചെയ്യാൻ ഇൻസ്ട്രുമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, ഡെയിലി മീൻ ടെമ്പറേച്ചർ പറഞ്ഞു. ഓക്കെ, താങ്ക്സ്. ഓക്കെ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയുമായി കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻസ് രേഖപ്പെടുത്തുവാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്